ബാർ ലൈസൻസ് കാര്യത്തിൽ സർക്കാർ കെപിസിസി തർക്കം രൂക്ഷമായതിനെ തുടർന്നായിരുന്നു വിഷയം യുഡിഎഫിന് വിടാൻ തീരുമാനിച്ചത്. ഈ മാസം 21-ന് ചേരുന്ന യുഡിഎഫ് യോഗം പ്രശ്നം ചർച്ച ചെയ്യും. എന്നാൽ യുഡിഎഫ് യോഗത്തിലും പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന കെപിസിസി സർക്കാർ ഏകോപന സമിതി യോഗം രൂക്ഷമായ ഭിന്നതയെ തുടർന്ന് അലസിപ്പിരിഞ്ഞിരുന്നു. പൂട്ടിയ ഒരു ബാറും തുറക്കരുതെന്ന ഉറച്ച നിലപാടിലാണ് കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരനുള്ളത്. കെപിസിസി ജനറൽ ബോഡിയിലുണ്ടായ തീരുമാനമാണിതെന്നും അദ്ദേഹം പറയുന്നു. തുറന്നവയിലും പൂട്ടിയവയിലുമുള്ള നിലവാരമില്ലാത്ത എല്ലാ ബാറുകളുടെയും ലൈസൻസ് റദ്ദാക്കാമെന്ന ഫോർമുലയും സുധീരൻ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ബാർ വിഷയത്തിൽ പ്രായോഗിക നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുള്ളത്. കെപിസിസി സർക്കാർ ഏകോപന സമിതിയിലെ പൊതുവികാരവും ഇതായിരുന്നു. സുധീരന്റേത് സർക്കാരിനെ വിട്ടിലാക്കുന്ന കടുംപിടുത്തമാണെന്നും ഇവർ ആരോപിക്കുന്നു. മദ്യനയത്തെ സംബന്ധിച്ച് മുന്നണിക്കുള്ളിലുള്ള ചേരിതിരിവും യുഡിഎഫിന് തലവേദനയാണ്. മുസ്ലിം ലീഗ് സുധീരനൊപ്പം നിൽക്കുമ്പോൾ മറ്റു പാർട്ടികൾ പ്രായോഗിക പക്ഷക്കാരാണ്. കോടതി നൽകിയ സമയപരിധി 26-ന് തീരുമെന്നതും യുഡിഎഫിന് വെല്ലുവിളിയാകും. ബാർ പ്രശ്നത്തിന് പുറമെ +2 വിഷയവും വ്യാഴാഴ്ചത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. പുതിയ +2 ബാച്ചുകൾ അനുവദിച്ച രീതിക്കെതിരെ ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് ഇക്കാര്യവും ചർച്ച ചെയ്യുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.